നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരും ബംഗാൾ സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നത പുതിയ തലത്തിലേക്ക് എത്തിച്ച് കൊൽക്കത്തയിൽ നടന്ന നാടകീയ രംഗങ്ങൾക്ക് പുറകെ ബംഗാൾ സർക്കാരിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CBI. നാളെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. CBI ഓഫീസിൽ ഇപ്പോൾ CRPF ഉദ്യോഗസ്ഥരെത്തി സുരക്ഷയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതേസമയം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിനായി ധർണ ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് മേധാവി രാജീവ് കുമാറിനെതിരായ CBI നടപടിയിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിലായിരുന്നു മമതയുടെ പ്രഖ്യാപനം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനവും മമത നടത്തി. ബംഗാളിനെ നരേന്ദ്രമോദി പീഡിപ്പിക്കുകയാണ് എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാറിന്റെ വീട് പരിശോധിക്കാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു. ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വീടിന് മുൻപിൽ CBI ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ ബലപ്രയോഗം തന്നെ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് മമതാ ബാനർജി, സംസ്ഥാന പോലീസ് മേധാവി, കൊൽക്കത്ത മേയർ ഉൾപ്പെടെയുള്ളവർ രാജീവ് കുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. കൊൽക്കത്തയിലെ CBI ഓഫീസ് പോലീസ് വളയുകയായിരുന്നു. CBI ജോയിന്റ് ഡയറക്ടറുടെ വീടിന് മുന്നിലും പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ശാരദാ ചിട്ടി തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ടാണ് CBI റെയ്ഡിനെത്തിയത്. രാജീവ് കുമാർ ഒളിവിലാണെന്ന ആരോപണവുമായി CBI കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 2 തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുവെങ്കിലും രാജീവ് കുമാർ ഹാജരായില്ല എന്ന് അവർ പറഞ്ഞു. ശാരദാ ചിട്ടി തട്ടിപ്പു കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു അംഗമായിരുന്നു രാജീവ് കുമാർ. കേസുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് CBI രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബംഗാൾ പോലീസ് ഇവിടെ എത്തി CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവത്തിലാണ് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെത്തിയ CBI സംഘത്തെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുന്നത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ കാണാനെത്തിയ CBI ഉദ്യോഗസ്ഥരെ, അതായത് 5 CBI ഉദ്യോഗസ്ഥരെയാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുന്നത്. ശാരദാ ചിട്ടി തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനെത്തിയ CBI ഉദ്യോഗസ്ഥരെയാണ് പോലീസ് തടഞ്ഞു എന്ന് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ആദ്യമെത്തിയ 5 CBI ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. എന്തായാലും രാജ്യത്തു തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാന പോലീസ് ഒരു കേന്ദ്രത്തിന്റെ CBI ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബംഗാൾ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി മമതയ്ക്കെതിരെ തന്നെ CBI ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇതിനെതിരെ സത്യാഗ്രഹ സമരത്തിനും തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്.